ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനറിൻ്റെ ബാക്ക് ഡിസ്ക് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് നമുക്കതിന് നമ്മുടെ വീൽ ഊരേണ്ടി വരും. അപ്പോൾ വീൽ ഊരാനായിട്ട് നമുക്ക് 22 mm ബോക്സ് സ്പാനറോ അല്ലെങ്കിൽ നോർമൽ സ്പാനറോ ആണ് ആവശ്യം വരുന്നത്. അപ്പോൾ ആ നട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ലൂസ് ചെയ്യാനായിട്ട്. അത് ഊരിയെടുത്തതിന് ശേഷം നമ്മളൊരു സ്പാനറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൂൾ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന്. എന്നാലേ നമ്മുടെ ആക്സിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിസ്ക് ഊരാനായിട്ട് നമുക്ക് ആക്സിൽ വീല് മൊത്തം ഇങ്ങോട്ട് ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് വീല് ഊരിയെടുക്കുന്നത്. ഓക്കെ, വീല് ഊരിയതിന് ശേഷം പിന്നെ നമുക്ക് ഊരേണ്ടത് നമ്മുടെ സ്പ്രോക്കറ്റ് ഊരണം. സ്പ്രോക്കറ്റ് ഊരിയാലേ നമുക്ക് ചെയിനിൽ നിന്നുള്ള കണക്ഷൻ വെടിയിക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് വീല് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്പ്രോക്കറ്റ്, ഇതാണ് നമ്മുടെ സ്പ്രോക്കറ്റ് കേട്ടോ, ബാക്ക് സ്പ്രോക്കറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബാക്കിലെ ഡിസ്ക് ചേഞ്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബജാജ് ഡോമിനറിൻ്റെ ബാക്ക് ബ്രേക്ക് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ ഈ ഡിസ്ക് മാറ്റിയിട്ട് നമ്മൾ NS200 ഡിസ്ക് ഇട്ടാൽ നൈസ് ഫീഡ്ബാക്ക് ആണെന്ന് പറയുന്നു എല്ലാവരും. അപ്പോൾ ഞാനും അത് ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്തു. വേറെ ഒന്നുമല്ല, ഞാൻ ഒരു ലോങ് ട്രിപ്പ് പോകണ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ബ്രേക്കിങ് അത്യാവശ്യമാണ്. നമ്മുടെ ലോങ് ഒക്കെ പോകുമ്പോൾ ബാക്ക് ബ്രേക്ക് അത്യാവശ്യമാണ്. ഫ്രണ്ട് ഡിസ്ക് പിടിച്ച് നമുക്ക് നടുവേദന വരും ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ഡിസ്ക് ഊരാനായിട്ട് നമുക്ക് വേണ്ടത് ആലൻ കീ ടൂൾസാണ്. 5 mm ആലൻ കീ ടൂളാണ് നമുക്ക് ഈ ഡിസ്കിലുള്ള ആലൻ കീ സ്ക്രൂസ് ഊരാൻ ഉപയോഗിക്കേണ്ടത്. എല്ലാം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ലൂസ് ചെയ്ത് ഊരിയെടുക്കാനായിട്ട്. ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് കാണിക്കണതാണ്, കാരണം അല്ലെങ്കിൽ ഭയങ്കര ബോറടി ആയിപ്പോവും വീഡിയോ. ഇത് 6 അലൻ കീ സ്ക്രൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 6 നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് ഊരിയെടുക്കണം. ബോക്സ് സ്പാനർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ അലൻ കീ ടൂളിട്ട് ആദ്യം ലൂസ് ചെയ്തിട്ട് ബോക്സ് സ്പാനർ കൊണ്ട് ഊരണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചിലപ്പോൾ ബോക്സ് സ്പാനർ അതിൻ്റെ ഇടുമ്പോൾ അതിൻ്റെ ടിപ്പ് അലൻ കീ സ്ക്രൂസിൻ്റെ ഹെഡ് പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ബോക്സ് ആണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. പിന്നെ ഇത് ഊരണതിന് മുന്നേ ഇത്തിരി WD-40 എല്ലാ സ്ക്രൂസിലും അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ റസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് നൈസായിട്ട് പോയിട്ട് സിമ്പിളായിട്ട് ഊരിപ്പോരും. അടുത്തത് നമ്മൾ ഡിസ്കിൻ്റെ മുകളിലുള്ള ABSൻ്റെ ഇത് വരുന്ന ഒരു സംഭവമാണ് ഊരിയെടുക്കേണ്ടത്. അപ്പോൾ അത് സ്റ്റാർ സ്ക്രൂസാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഊരാനായിട്ട് നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ബോക്സ് സ്പാനറിൽ വരുന്ന സ്റ്റാർ സ്ക്രൂ ടൂൾ കൊണ്ട് നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്തിരി ഇതുവരെ ഊരാത്തത് കൊണ്ട് ഇത്തിരി സ്ട്രോങ് ആണ് സംഭവം. ചെറുതായിട്ടൊന്ന് മുട്ടി കൊടുക്കണം, ലൂസാക്കി കൊടുക്കണം അതൊന്ന് ഊരണതിന് മുന്നേ. അപ്പോൾ അതിൻ്റെയൊക്കെ ത്രെഡ് പോകാതെ സൂക്ഷിക്കണം കേട്ടോ ഊരണ സമയത്ത്. ത്രെഡും അതേപോലെ ഹെഡും പോകാതെ നോക്കണം. WD-40 അടിക്കാൻ മറക്കരുത് ഊരണതിന് മുന്നേ. ഓക്കെ, എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കേട്ടോ ഊരുന്നത്. അപ്പോൾ ഈ ABSൻ്റെ സംഭവം 3 സ്റ്റാർ സ്ക്രൂസിലാണ് നിൽക്കുന്നത്. ഇതാണ് ഐറ്റം. അത് ഊരിയതിന് ശേഷമേ നമുക്ക് ഡിസ്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ.
ക്യാമറ സെറ്റ് ചെയ്ത് ഇത്തിരി പാളിപ്പോയി, ഒന്നും വിചാരിക്കരുത്. ധൃതി പിടിച്ച് വണ്ടി പണിയണ സമയത്ത് ക്യാമറയുടെ കാര്യം വിട്ടുപോയി ശ്രദ്ധിക്കാൻ. വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അവസാനം പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് പകുതി വീഡിയോ ക്ലിയറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ NS200-ൻ്റെ ഡിസ്ക് കേട്ടോ. ഒരു വെറൈറ്റി ഷേപ്പാണ് ഈ ഡിസ്കിന്. പിന്നെ ഈ മോഡലിൽ ഡിസ്കിന് പറയുന്ന പേര് പെറ്റൽ ഡിസ്ക് എന്നാണ്. കാരണം നോർമൽ ഡിസ്ക് സർക്കിളായിരിക്കും, ഇതിൻ്റെ ഷേപ്പ് നോർമൽ സർക്കിൾ അല്ലല്ലോ, ഇതിൻ്റെ ചെറിയ ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം ഡിസ്ക് വെക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ABSൻ്റെ അത് വെക്കുക. എന്നിട്ട് ABSൻ്റെ സംഭവം ആദ്യം സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ 3 സ്റ്റാർ സ്ക്രൂസിലാണ് അത് നിൽക്കുന്നത്, അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഡിസ്കിലെ 6 അലൻ കീ സ്ക്രൂസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. എല്ലാം ക്ലോക്ക് വൈസാണ് ടൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ നോർമൽ ഡിസ്കിനായാലും എപ്പോഴും ഫീഡ്ബാക്ക് കൂടുതൽ പെറ്റൽ ഡിസ്കിനായിരിക്കും. ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിച്ചത് ബ്രേക്കിംഗ് കപ്പാസിറ്റി കൂടുതൽ പെറ്റൽ ഡിസ്കിനായിരിക്കും. ഇനി ബാക്കി റിവ്യൂസ് വണ്ടി ഓടിച്ചതിന് ശേഷം ഇടുന്നതായിരിക്കും.